ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ തിരുവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് തന്ന വചനം ഞാൻ വായിക്കുന്നു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാനും യാക്കോബും യേശുവും പത്രോസും അന്ത്രയോസും കൂട്ടി അവർ നടന്ന് പത്രോസിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുക. നോക്കി, നമ്മൾ തിരുവചനത്തിൽ നമ്മൾ കാണുമ്പോൾ എവിടെയെല്ലാം ദൈവം രോഗശാന്തികൾ നടത്തിയോ അവിടെയൊക്കെ അവരുടെ ജീവിതത്തിൽ സൗഖ്യമാകാൻ കഴിയാത്ത നിലവാരത്തിലായിരുന്നു. നിസ്സാരമായൊരു പനി വേദപുസ്തകത്തിൽ എഴുതി വയ്ക്കേണ്ട ആവശ്യമുണ്ട്. നോക്കൂ, ഈ കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ എത്രയോ ഭവനങ്ങൾ, കാപ്പിത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന അമ്മമാർ, കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, അല്ല അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും തേയിലത്തോട്ടങ്ങൾ ഏക്കർ കണക്കിന് 100 ഏക്കർ 200 ഏക്കർ ഇങ്ങനെ പണിയെടുപ്പിക്കാൻ കൊണ്ടുവന്ന് അവിടങ്ങളിൽ ചെറിയ ചെറിയ കുടിലുകളുണ്ടാക്കി അവിടെ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്ക് ഈ കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ വരുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളിൽ ചികിത്സ കിട്ടാതെ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ വാഗ്ദത്തം ഈ പ്രിയ മാതാവിൻ്റെ മേലുള്ളതുകൊണ്ട് യേശുവിൻ്റെ സാന്നിധ്യം ഈ ഭവനത്തിലേക്ക് വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ യേശു തന്നെ ഈ കുടുംബത്തിനകത്തേക്ക് വന്നു എന്നുള്ളതാണ്. അവരുടെ കണ്ണുനീരും അവരുടെ പ്രാർത്ഥനയും, വിശേഷിച്ച് പത്രോസ്, അന്ത്രയോസ്, അവരുടെ ബന്ധം, അത് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് യേശു ഈ മാതാവിൻ്റെ അടുക്കൽ വരുന്നു. അവർ കാര്യം പറയുന്നു. ഒരു മുൻകൂട്ടി അറിവോടുകൂടി അല്ലായിരിക്കാം ഒരുപക്ഷെ വന്നത്. പക്ഷേ ആ മാതാവ്, ദൈവം, യേശു കർത്താവ് കൈ കൊടുത്ത് ആ പ്രിയ മാതാവിനെ എഴുന്നേൽപ്പിക്കുന്നു. അവരുടെ പനി അവരെ വിട്ട് മാറുന്നു. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയണം, യേശു എന്നെ തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും. ഇന്ന് യേശു ഇല്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് യേശു തൊടുന്നേ? ആ വചനമാകുന്ന ക്രിസ്തു എൻ്റെ ഉള്ളിലൊന്ന് പരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ വിശ്വാസത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, പ്രത്യക്ഷത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, യേശു വന്ന് എൻ്റെ മുൻപിൽ നിൽക്കുക, യേശു എന്നെ തൊട്ടു, ഞാൻ സൗഖ്യമാകത്തില്ല. പക്ഷെ യേശു പ്രത്യക്ഷത്തിൽ ശരീര രൂപത്തിൽ എൻ്റെ മുൻപിൽ വന്നു നിന്നാലും എന്നെ തൊട്ടാലും ഞാൻ സൗഖ്യമാകത്തില്ല. കാരണം യേശു വന്ന പല പട്ടണങ്ങൾക്കും വിടുതൽ കിട്ടിയിട്ടില്ല, പല കുടുംബങ്ങൾക്കും വിടുതൽ കിട്ടിയിട്ടില്ല, പല പട്ടണത്തിലും വീര്യപ്രവർത്തികൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. യേശു കാരണം പറയുന്നത് അവരുടെ അവിശ്വാസമായിരുന്നു. യേശു എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം യേശു ഏറ്റ അടിയുടെ പാടുകളാൽ എനിക്ക് സൗഖ്യം വന്നു എന്ന് നാം വിശ്വസിക്കാൻ തയ്യാറായാൽ, പ്രിയമുള്ളവരെ, ഇന്നും യേശുവിൻ്റെ സൗഖ്യം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടും. നിങ്ങളാരോ ആയിക്കോട്ടെ, ഏത് ജാതീയ വ്യക്തിയോ, ഏത് മതത്തിലോ, ഏത് ജാതിയിലോ ജനിച്ച വ്യക്തി ആയിക്കോട്ടെ, യേശു ഒരു പ്രത്യേക ജാതിയുടെ ദൈവമല്ല, യേശു ഒരു പ്രത്യേക മതത്തിൻ്റെ ദൈവമല്ല, യേശു സകലരുടെയും ദൈവമായതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ സൗഖ്യമായി, വിടുതലായി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നോക്കൂ, ഈ ചിന്തയിലേക്ക് ഞാൻ കടന്നു വരുന്നു. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കൂ. അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരായിരിക്കാം, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരായിരിക്കാം. ആ വചനം ഏറ്റെടുക്കൂ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമായ യഹോവ. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കട്ടെ.
രോഗത്താൽ കിടക്കുമ്പോഴും യേശു എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നൊരു ദൈവപൈതലിൻ്റെ ഉള്ളിൽ പൂർണ്ണമായി വിടുതൽ വ്യാപരിക്കും. തിരുവചനത്തിൽ അടുത്ത് കാണാൻ കഴിയുന്നത്, അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. സൗഖ്യം കിട്ടിയ പലരും എഴുന്നേറ്റ് പോയെന്നൊക്കെയല്ലേ നമ്മൾ വായിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അവരെ യേശു കർത്താവിനെയും തൻ്റെ ദാസന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അന്ത്രയോസിനെയും ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം പനി പിടിച്ച് രോഗിയായി കിടന്ന ഒരമ്മ ഈ 5 പേർക്കും അവർക്ക് വേണ്ടതായ ശുശ്രൂഷ ചെയ്യുവാൻ, ഭക്ഷണങ്ങൾ ഒരുക്കുവാൻ ഒക്കെ വ്യഗ്രത കാണിക്കുന്നൊരനുഭവം. വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി, പുതിയ ഒരു ബലം ശരീരത്തിൽ വെളിപ്പെടുകയാണ്. നോക്കൂ, എന്തുമാത്രം നന്ദിയുള്ള ഒരനുഭവമാണ്. നമുക്ക് കിട്ടുന്ന ദൈവിക വിടുതലുകളിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. പലരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരുന്നു, അനുഗ്രഹങ്ങൾ, സൗഖ്യങ്ങൾ പ്രാപിക്കുന്നു, പിന്നെ അവർക്ക് ദൈവവുമായിട്ടൊരു ബന്ധമില്ല. പക്ഷേ ഈ പ്രിയ മാതാവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ എഴുന്നേറ്റ ഉടൻ തന്നെ അവരെ ശുശ്രൂഷിക്കുവാൻ വ്യഗ്രതയോടെ നിൽക്കുന്ന ഒരമ്മ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പാദപീഠത്തോടടുത്ത് വന്ന് പറയാം, കർത്താവേ, പത്രോസിൻ്റെ അമ്മായിയമ്മയെപ്പോലെ എപ്പോഴും നന്ദിയുള്ളവളായി ജീവിപ്പാൻ ദൈവം എന്നെ സഹായിക്കണം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.